അഭിലാഷ്, ബേലി പാലം അതാണ് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു പാതയാണ്. അത് പ്രവർത്തന സജ്ജമാകുമ്പോൾ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ ഈ പ്രകൃതി അനുകൂലമാണോ? കുത്തൊഴുക്ക് ഭയങ്കരമാണ് നദിയിൽ, മഴ എങ്ങനെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പ്രതീഷ്. നല്ല കുത്തൊഴുക്കുണ്ട്, നല്ല മഴ ഇവിടെ പെയ്തു. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ കനത്ത മഴയായിരുന്നു. ഞാൻ നേരത്തെ നിന്നിരുന്ന പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും വെള്ളം കൊണ്ട് നിറഞ്ഞതുപോലെയാണ്. അത്രയും ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു പുഴയിൽ. ഇതിനർത്ഥം മുണ്ടക്കൈ മേഖലയിൽ കനത്ത മഴയാണ് എന്നുള്ളത് തന്നെയാണ്. മുണ്ടക്കൈ മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ മുഴുവൻ തിരികെ വിളിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ, ഒരുപാട് പേർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിരുന്നു. പക്ഷേ മുണ്ടക്കൈയിൽ ഇനി തുടരുന്നത് അത്ര സുരക്ഷിതമല്ല എന്നുള്ള നിലയിൽ പരമാവധി പേർ ഇപ്പോൾ ഈ പാലത്തിലൂടെ അപ്പുറത്ത് നിന്ന് ആളുകൾ വരുന്നത് കാണാം. പരമാവധി രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. നമ്മുടെ 3 പ്രതിനിധികൾ, ആനന്ദകൃഷ്ണൻ അടക്കം 3 പ്രതിനിധികൾ മുണ്ടക്കൈയിലേക്ക് പോയിരുന്നു. മൂന്ന് പേരും തിരികെ വരികയാണ്. നമ്മുടെ ക്യാമറമാന്മാരും നമ്മുടെ റിപ്പോർട്ടർമാരും തിരികെ വരികയാണ്. കാരണം മുണ്ടക്കൈ മേഖലയിൽ നല്ല മഴ പെയ്യുന്നത് അതൊരു ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്കറിയാം, മുമ്പും ഉരുൾപൊട്ടലടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് മുണ്ടക്കൈ. അവിടെയാണെങ്കിൽ മണ്ണിളകി കിടക്കുകയുമാണ്. അപ്പോൾ മഴ പെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രക്ഷാ ദൗത്യത്തിന് പോയ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളത് തന്നെയാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ശക്തമായ മഴ പെയ്യുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല, പക്ഷേ തൊട്ട് മുമ്പ് വരെ കനത്ത മഴയായിരുന്നു. ആ കനത്ത മഴ കൊണ്ട് തന്നെ ഈ പുഴയിലെ നീരൊഴുക്ക് നന്നായി കൂടിയിട്ടുണ്ട്. കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവത്തിൽ ഒഴുകുന്ന പുഴയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘം ഈ പുഴയുടെ അപ്പുറത്തെ കരയിൽ നിൽക്കുന്നുണ്ട്. വലിയൊരു സംഘം, അവർ രക്ഷാപ്രവർത്തനത്തിന് പോയവരാണ്, രാവിലെ പോയവരാണ്. അവരെല്ലാം മടങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരും മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങാനുള്ള കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കനത്ത മഴ പെയ്യുന്നത് മൂലമുള്ള ദുഷ്കര സാഹചര്യം കൊണ്ട് അവിടെ നിന്ന് ആളുകൾക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മോട്ടോറുകളും മറ്റുമൊക്കെയായി അപ്പുറത്തെ കരയിൽ വലിയൊരു ക്യൂ ഉണ്ട് ഇപ്പുറത്ത് പാലം കയറി തിരികെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശക്തമായ മഴ പെയ്യുന്നു മുണ്ടക്കൈയിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എനിക്ക് ഇവിടെ നിന്ന് നൽകാൻ ഉള്ളത്. അതേസമയം ബെയിലി പാലവുമായി ബന്ധപ്പെട്ട് ബെയിലി പാലത്തിന്റെ പണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നേരത്തെ പുരോഗമിക്കുന്നത് പോലെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അരമണിക്കൂർ മുമ്പ് അപ്ഡേഷന് അല്പം വ്യാപ്തിയുള്ള ഒരു അപ്ഡേഷനാണ്. കാരണം മനസ്സിലാക്കേണ്ടത്, മുണ്ടക്കൈ മേഖലയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ അത് ഒഴുകി ചൂരൽ മലയിലെ നമ്മളിപ്പോൾ കാണുന്ന കണ്ണാടിപ്പുഴയിലൂടെ അതിന്റെ കുത്തൊഴുക്ക് അത് വ്യക്തമാക്കുന്നുണ്ട് മഴ അതിശക്തമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഭീതി ഉണർത്തുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുകയും